അതിനൊന്നും ആരോഗ്യപരമായി സമയം കുറവായതുകൊണ്ട് കിട്ടുന്നില്ല. സഖാവ് പള്ളത്തെ ആദ്യമായി കാണുന്നത് 1963 അവസാനത്തിലാണ്. പാർട്ടി പിളർപ്പിന്റെ അവസാന ഘട്ടത്തില് രണ്ടു വിഭാഗവും ഓരോരുത്തരെ കാണാൻ പോലോ അതിന്റെ ഭാഗമായിക്കൊണ്ട് സഖാവ് KG ഞാനും കൂടി പള്ളത്ത് വന്നു. അന്ന് നല്ല പള്ളം. അന്ന് സഖാവ് കൃഷ്ണനൊക്കെ ജനിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിന്റെ സംശയം. അന്ന് തലേ ദിവസം EP ഇവിടെ വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ വന്നപ്പോ പള്ളം പറഞ്ഞു EP ഇവിടെ വന്നായിരുന്നു. ഏതായാലും ഞങ്ങൾ സംസാരിച്ച് പള്ളത്തെ കുടുംബാംഗങ്ങൾ മുഴുവൻ, അന്നുള്ള കുടുംബാംഗങ്ങൾ മുഴുവൻ നമ്മുടെ CPIM-ന്റെ കൂടെ ഉറച്ചു നിന്നു. അത് അദ്ദേഹം മരണം വരെ തുടരുകയും ചെയ്തു. സഖാവ് പള്ളവും അതുപോലെ തന്നെ ആര്യവള്ളവും നടത്തിയ പ്രവർത്തനം, അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ. 64 പാർട്ടി പിളർപ്പ് കഴിഞ്ഞ ഭാഗമായി ആദ്യത്തെ ജില്ലാ സമ്മേളനം എന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചെറിയാണ്. അതിലൊരു ദിവസം സഖാവ് പള്ളം പങ്കെടുത്തു എന്നാണ് ഓർമ്മ. ആരോഗ്യപരമായ എന്തോ കാരണത്താൽ ഒരു ദിവസമേ പങ്കെടുത്തുള്ളൂ. പിന്നീട് 67 സഖാവ് പള്ളം മരിച്ചപ്പോ ഞാനും സഖാവ് MM ഗോവിന്ദനായരും വന്നിട്ടാണ് സഖാവ് MM ഗോവിന്ദനായർ കേരള ഗവൺമെന്റിന്റെ ആദരവ് അന്ന് സഖാവ് പള്ളത്തിന് സമർപ്പിച്ചത്. അങ്ങനെ വളരെ വലിയ നമ്മള് നോട്ടീസിലൊക്കെ പറഞ്ഞ പോലെ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ കുറച്ചു കാലം അതില് സഖാവ് പള്ളം ഉണ്ടായിരുന്നു. പിന്നീട് ഉണ്ടായില്ല, ആരോഗ്യപരമായ പല കാരണങ്ങളായിക്കോട്ടെ. സഖാവ് പള്ളത്തിന്റെ കാര്യങ്ങളെ പറ്റി ഇവിടെ സുദീർഘമായി എല്ലാ വിഭാഗം ആളുകളും സംസാരിച്ചു. അതിൽ നേരിട്ട അനുഭവം ഉള്ള ഒരാളാണ് ഞാൻ. വളരെ അടുത്ത് പെരുമാറി എല്ലാ സമയത്തും ഇവിടെ വരാനും ഇവിടെയുള്ള പാർട്ടി പിളർപ്പിന് ശേഷം മിക്ക കൊപ്പം പഞ്ചായത്തിലെ മിക്ക യോഗങ്ങളും പള്ളത്ത് വെച്ചാണ് ചെയ്തത്. അങ്ങനെ പള്ളത്ത് ചേർന്ന് സഖാവ് പള്ളവും അതുപോലെ മക്കളും പേരക്കുട്ടികളും എല്ലാം പാർട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആ പള്ളത്തിന്റെ സ്മരണയെ നിർത്തിക്കൊണ്ട് പള്ളം സ്മാരക വായനശാല സംഘടിപ്പിച്ച ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന സന്തോഷമുണ്ട്. വൈകിയത് എന്നൊന്നും പ്രശ്നമല്ല, ഏതായാലും സന്തോഷമുള്ള കാര്യമാണ്. സഖാവ് പള്ളം ഉൾപ്പെടെയുള്ള അനവധി ആളുകളുടെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായി കൊണ്ടാണ് നമ്മുടെ ഈ ഉന്നതിയിലെത്തിയിട്ടുള്ളത്. 64 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 65 സഖാവ് EMS ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി പട്ടാമ്പിയില്. അന്ന് സഖാവ് EMS-നൊക്കെ വേണ്ടി സഖാവ് തടവും അതുപോലുള്ള പള്ളം തുടങ്ങിയിട്ടുള്ള ആര്യവള്ളം തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചു. അതിന്റെ ഫലമായി കൊണ്ട് പിന്നീട് ആ ഗവൺമെന്റ് ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 1967 സഖാവ് EMS മുഖ്യമന്ത്രിയായി രണ്ടാമത്തെ ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനമാണ് ഇന്ന് ഈ രാജ്യത്ത് കാണുന്ന സകലമായ മാറ്റങ്ങളുടെയും അടിസ്ഥാനം. അത് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. 57 ഗവൺമെന്റ് നാമമാത്രമായ ചില കാര്യങ്ങൾ ചെയ്തു. ഒഴിപ്പിക്കൽ നിരോധന നിയമം, അതുപോലുള്ള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയിട്ടുള്ള ചില്ലറ കാര്യങ്ങൾ ചെയ്തെങ്കിലും രാജ്യത്ത് സമൂലമായ മാറ്റത്തിന് വേണ്ടിയുള്ളത് 67 സഖാവ് EMS-ന്റെ ഗവൺമെന്റാണ്. ആ EMS-ന്റെ ഗവൺമെന്റിന്റെ കാലത്ത് യാതൊരു വൈമുഖ്യമില്ലാതെ തന്റെ സ്വത്തുക്കൾ മുഴുവൻ തന്നെ കുടിയന്മാർക്ക് കൊടുത്താണ് സഖാവ് പള്ളം. ഏരിയയുടെ മധ്യസ്ഥയെ എല്ലാവർക്കും ആവശ്യമുള്ളത് കൊടുത്താണ് പള്ളം. അങ്ങനെ ആ ഗവൺമെന്റാണ് സജീവമായി ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ മാറ്റം. ആ മാറ്റത്തിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കാണാത്ത പുരോഗതി നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. പല ആളുകളൊക്കെ മറക്കണ്ടെങ്കിൽ വേറെ കാര്യം. ഏതായാലും അന്നത്തെ ഗവൺമെന്റും അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മുടെ ഒന്നിച്ചിരിക്കുന്ന പാർട്ടിയും അത് കഴിഞ്ഞ് രണ്ടായ പാർട്ടിയിലും
സജീവമായി പ്രവർത്തിച്ച, അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനി ആതുര രംഗത്ത് അതിപ്രധാനമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആള് കൂടിയാണ് പള്ളം. ആ പള്ളത്തിന് ശേഷം പള്ളത്തിന്റെ മകൻ എന്ന കൃഷ്ണന്റെ അച്ഛനും തന്നെ ആ രംഗത്ത് കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ആ മാറ്റം പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ ഒരുവിധ പങ്കാളിത്തം കാണാൻ വേണ്ടി കഴിഞ്ഞു. കാർഷിക നിയമം, ജമ്യത്ത് അവസാനിപ്പിച്ച നിയമം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞിട്ടാണ് സഖാവ് പള്ളം. അതിനുശേഷം പള്ളത്തിന്റെ മരണശേഷമാണ് ഗവൺമെന്റ് ആ നിയമം പാസാക്കി. അതാണ് ഈ രാജ്യത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സഖാ നാരദാസും അതുപോലെ തന്നെ വിനയനും മറ്റ് പ്രാസംഗികരെല്ലാം തന്നെ വിശദമായി കൊണ്ട് കാര്യങ്ങൾ പറ്റി എല്ലാ രംഗത്തും പ്രവർത്തിച്ച ഒരാളെന്നാണ് ഓഡീസ് തന്നെ പറഞ്ഞത്. ആ എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കിയത് പാർട്ടിയാണ്. എല്ലാ രംഗത്തും ശോഭിക്കാനും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായ പിന്തുണ നൽകിയതും പാർട്ടിയാണ്. എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളി എന്ന നിലയ്ക്ക് പങ്കെടുത്ത എനിക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സ്നേഹാദരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നെ നമസ്കാരം.